വെൽക്കം ടു ചാലഞ്ചർ ആപ്പ്. അപ്പോൾ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ആഡ്വേർബ്സ് ആൻഡ് പ്രിപ്പോസിഷൻസ്. സോ ഈ ആഡ്വേർബിന്റെ ഡെഫിനേഷൻ വളരെ സിമ്പിൾ ആണ്. എന്ന് പറഞ്ഞാൽ they tell us more information about an action or an idea. ഒരു ആക്ഷന്റെയോ ഒരു ഐഡിയയോ പറ്റി എന്തായിരുന്നു കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് എന്ത് പറയുന്നത് ആഡ്വേർബ്സ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. She worked the problem quickly. See, she worked the problem quickly എന്ന് പറയുന്നത് എന്താണ്? പെട്ടെന്ന് ചെയ്തു. അവൾ ആ പ്രോബ്ലം ചെയ്തു എന്നുള്ളതല്ല, അവൾ ആ പ്രോബ്ലം പെട്ടെന്ന് ചെയ്തു, ക്വിക്ലി. A dark little boy sat under a bridge. അവിടെ ബ്രിഡ്ജിന്റെ അടിയിൽ. ആ ഡാർക്ക് ലിറ്റിൽ ബോയ് സാറ്റ് അണ്ടർ ബ്രിഡ്ജിന്റെ അടിയിലാണ് ഇരുന്നത്. ബ്രിഡ്ജിൽ ഇരുന്നല്ല, ബ്രിഡ്ജിന്റെ അടിയിലാണ് ഇരുന്നത്. ഗോവിന്ദ റീഡ്സ് ക്വൈറ്റ് ക്ലിയർലി. കുറച്ച് നല്ല പോലെ തന്നെ ഗോവിന്ദ വായിക്കുന്നുണ്ട്. He swims well. He ran quickly. She spoke softly. James coughed loudly. He plays the flute beautifully. അപ്പോൾ ഒരു ആക്ഷനെ അല്ലെങ്കിൽ ഒരു വേർബിനെ എന്ത് ചെയ്തേക്കാണ്, കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ്, കുറച്ചൊന്ന് അതിനെ ഡിഫൈൻ ചെയ്തേക്കുന്ന വേർഡ്സിനെയാണ് എന്ത് പറയുന്നത് ആഡ്വേർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വേർബ്സിനെ ഡിഫൈൻ ചെയ്യുന്ന വേർഡ്സ് ആണ് ആഡ്വേർബ്സ്. ഈ ആഡ്വേർബ്സിനെ 5 ടൈപ്പ് ഓഫ് ആഡ്വേർബ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആഡ്വേർബ്സ് ഓഫ് മാനർ. ഒന്നാമത്തേതാണ് ആഡ്വേർബ്സ് ഓഫ് മാനർ. ആഡ്വേർബ്സ് ഓഫ് മാനർ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഒരു സംഭവം നടക്കുന്നത്, ഹൗ എ വേർബ് ഹാപ്പൻസ്. അപ്പോൾ അതിനെയാണ് ആംഗ്രിലി. He ran away angrily. Hungrily, beautifully. She sang beautifully. അപ്പം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഷീ സാങ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത്. ആ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ആഡ്വേർബ് ഓഫ് മാനർ. ഷീ റാൻ അവേ ആംഗ്രിലി. അവൾ ഇറങ്ങി ഓടിപ്പോയി. എങ്ങനെ? ആംഗ്രിലി, ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ഓടിപ്പോയത്. അവിടെ അതിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്താണ്, ആ ഒരു വെർബിനെ വിശേഷിപ്പിക്കുക അല്ലെങ്കിൽ വെർബിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് അവിടെ ആഡ്വേർബ് യൂസ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഒരു സംഭവം, ഹൗ സംതിങ് ഹാപ്പൻസ് എന്നുള്ളത് തരുന്നതാണ് ആഡ്വേർബ് ഓഫ് മാനർ. അടുത്ത രണ്ടാമത്തതാണ് ആഡ്വേർബ്സ് ഓഫ് ടൈം, സമയം അല്ലേ. വെൻ ഡസ് സംതിങ് ഹാപ്പൻ, എപ്പോഴാണത് സംഭവിക്കുന്നത്? ആഡ്വേർബ്സ് ഓഫ് ടൈം, എപ്പോഴാണത് സംഭവിക്കുന്നത്? യെസ്റ്റർഡേ, ടുമോറോ, നെക്സ്റ്റ് വീക്ക്, ഐ വിൽ സീ യു ടുമോറോ. ഐ വിൽ സീ യു ടുമോറോ എന്ന് പറയുമ്പോൾ നാളെ കാണാം. സോ ഇറ്റ് ഈസ് about time അല്ലേ. ഇറ്റ്സ് about time. when will we see എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരമാണ് we will see you tomorrow. ഓക്കെ, അപ്പോൾ ടുമോറോ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ആൻസർ ആണ്. സോ അതാണ് ആഡ്വേർബ് ഓഫ് ടൈം. അതേസമയം ആഡ്വേർബ് ഓഫ് പ്ലേസ് ഉണ്ട്. അത് എവിടെയാണ് സംഭവിക്കുന്നത്? where something happens, here, there, nowhere. ഇതൊക്കെ എവിടെയാണ് അതുള്ളത്? the book is here എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ഇവിടെയുണ്ട്. where is the book എന്ന് ചോദിച്ചാൽ the book is ഹിയർ എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം എന്താണ്? ആഡ്വേർബ്സ് ഓഫ് പ്ലേസ് ആണ്. അടുത്തതാണ് ആഡ്വേർബ്സ് ഓഫ് ഡിഗ്രി. ഡിഗ്രി ആണെങ്കിലോ ഹൗ മച്ച് ഡസ് സംതിങ് ഹാപ്പൻ, എത്രത്തോളം സംഭവിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ്, സോ, വെരി, ഐ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾമോസ്റ്റ്, ഏകദേശം കഴിയാറായി എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത്. സോ ഇറ്റ് ഈസ് അബൌട്ട് എത്രത്തോളം എന്നുള്ളതിന് ഉത്തരമാണ് എന്ത് ആഡ്വേർബ്സ് ഓഫ് ഡിഗ്രി കൊടുക്കുന്നത്. അടുത്താണ് ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി. ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹൗ ഓഫൻ, എത്രത്തോളം ഓഫൻ ആയിട്ട് ഒരു സാധനം ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി ഇറ്റ് ഇസ് ലൈക്ക് ഓൾവേസ്, നെവർ, ഓഫൻ. ഐ സീ ഹിം ഓൾവേസ്, ഐ സീ ഹിം ഓൾവേസ്. ഓർ ഐ നെവർ സീ ഹിം, എന്താണ്, ഞാൻ അവനെ കാണാറേയില്ല. ഐ നെവർ സീ ഹിം. സോ എന്താണ്, എപ്പോഴും സ്ഥിരം നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥിരം നടക്കാത്ത കാര്യങ്ങൾ ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത്. അപ്പൊ 5 തരത്തിലുള്ള ആഡ്വേർബ്സ് ആണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? ആഡ്വേർബ്സ് ഓഫ് മാനർ, എങ്ങനെയാണ് സംഭവിക്കുന്നത്. ആഡ്വേർബ്സ് ഓഫ് ടൈം, എപ്പോഴാണ് സംഭവിക്കുന്നത്. ആഡ്വേർബ്സ് ഓഫ് പ്ലേസ്, എവിടെയാണ് സംഭവിക്കുന്നത്. ആഡ്വേർബ്സ് ഓഫ് ഡിഗ്രി, എത്രത്തോളമാണ് സംഭവിക്കുന്നത്. ആൻഡ് ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി, എങ്ങനെയാ, എത്രത്തോളം, എത്ര പ്രാവശ്യം അത് സംഭവിച്ചു എന്നുള്ള കാര്യം പറയുന്നതാണ് എന്താണ് ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി. അപ്പൊ ഇതിനെയാണെന്ന് പറഞ്ഞത് ആഡ്വേർബ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആഡ്വേർബ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആഡ്വേർബ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസസ് നമുക്ക് ആഡ്വേർബ് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇവിടെ ക്വിക്ലി, അണ്ടർ, ക്വയറ്റ്, വെൽ, ക്വിക്ലി, സോഫ്റ്റ്ലി, ലൗഡ്ലി, ബ്യൂട്ടിഫുള്ളി എന്നൊക്കെ പറയുന്നതെല്ലാം എന്താണ് ഒരു വേർബിനെ അല്ലെങ്കിൽ ഒരു ഐഡിയയെ എന്ത് ചെയ്യാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സംഭവം വേർഡ്സ് ആണ് ഈ ക്വിക്ലി, അണ്ടർ, ക്വയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ കണ്ടത്. ഓക്കെ, വി ഗോ ബോളിംഗ് ക്വൈറ്റ് ഓഫൻ. ക്വൈറ്റ് ഓഫൻ എന്ന് പറയുന്നത് എന്താണ്?
adverb of frequency, സ്ഥിരം പോകാറുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ബൗളിങ്ങിന് പോകാറുണ്ട്. അടുത്തത് I hurriedly handed in my test. I hurriedly ഹാൻഡ് ചെയ്തു, എപ്പോഴാണ്, വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ ടെസ്റ്റ് എന്ത് ചെയ്തു, പെട്ടെന്ന് കൈ കൊടുത്തു. ലെറ്റ്സ് ഈറ്റ് ഡിന്നർ ഔട്ട്സൈഡ്, നമുക്ക് എന്ത് ചെയ്യാം, പുറത്ത് പോയി ഡിന്നർ കഴിക്കാം. ഈറ്റ് ഡിന്നർ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്താണ് ഔട്ട്സൈഡ്, പുറത്ത് പോയി കഴിക്കാം. മൈ റൂംമേറ്റ് ഈസ് സോ അനോയിങ്, അനോയിങ് ആണ്, അതെങ്ങനെയാണ്, സോ അനോയിങ്. മാർഷ്യ ഫിനിഷ് ദ പ്രൊജക്ട് ലാസ്റ്റ് നൈറ്റ്, പ്രൊജക്ട് എപ്പോൾ കഴിഞ്ഞു, ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി കഴിഞ്ഞു. ഷീ റിലക്റ്റൻ്റ്ലി വാഷ് ദ ഡിഷസ്, എന്താണ് വാഷ് ദ ഡിഷസ്, എന്താണ് വാഷ് ചെയ്ത് എങ്ങനെയാണ്, റിലക്റ്റൻ്റ്ലി ആണ്, വലിയ താല്പര്യമൊന്നും ഇല്ലാതെയാണ് എന്ത് ചെയ്തത്, ഡിഷസ് വാഷ് ചെയ്തത്. ദിസ് കാർ ഇസ് ഇൻക്രെഡിബ്ലി എക്സ്പെൻസീവ്, എന്താണ് എക്സ്പെൻസീവ് ആണ് കാർ, പക്ഷെ ഭയങ്കര ഇൻക്രെഡിബ്ലി എക്സ്പെൻസീവ് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, മിക്കവാറും ക്വസ്റ്റ്യൻസ് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആഡ്വർബിനെ ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും. ഏതെങ്കിലും ഒരു സെന്റൻസ് തന്നിട്ട് ഇതിനകത്ത് ഏതാണ് ആഡ്വർബ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും. അപ്പം ആഡ്വർബ് എന്താന്ന് പറഞ്ഞാൽ അറിയാലോ, ആഡ് വെർബ്, അത് ആലോചിച്ചാൽ മതി. ഒരു വെർബിന് എന്ത് ചെയ്യുന്നു, കുറച്ചൊന്നൊരു പ്ലസ് അല്ലെങ്കിൽ അതിനൊരു മോഡിഫിക്കേഷൻ കൊടുക്കുന്നതിനാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ചിൽ ആഡ്വർബ് കഴിഞ്ഞിട്ട് പാർട്സ് ഓഫ് സ്പീച്ചിൽ നമുക്ക് പഠിക്കാനുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിപ്പോസിഷൻ ഇസ് എ വേർഡ് ദാറ്റ് ഇസ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ഓർ എ പ്രൊനൗൺ. നൗണിനോ പ്രൊനൗണിനോ മുമ്പ് ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്ക്. ടു ഷോ ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു സം അതർ വേർഡ് ഇൻ ദ സെന്റൻസ്, സെന്റൻസിനകത്തുള്ള വേറെ ഏതെങ്കിലും വാക്കുമായിട്ട് റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് നൗണിനെയോ പ്രൊനൗണിനോ മുമ്പിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് എന്ത്, പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ദേ ആക്ട് ടു കണക്ട് ദ പീപ്പിൾ, ഒബ്ജക്ട്സ്, ടൈം, ലൊക്കേഷൻസ് ഓഫ് എ സെന്റൻസ്. അപ്പോൾ എന്താണ്, അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇറ്റ് കണക്ട്സ് പീപ്പിൾ, ഒബ്ജക്ട്സ്, ടൈം, ലൊക്കേഷൻ ഇൻ എ സെന്റൻസ്. അപ്പം ടൈം, ലൊക്കേഷൻ, ഒബ്ജക്ട്സ്, പീപ്പിൾ ഇതെല്ലാം കണക്ട് ചെയ്യുക, ഒരു സെന്റൻസിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ബോയ് ഈസ് ഫോണ്ട് ഓഫ് മ്യൂസിക്, ദ ബോയ് ഈസ് ഫോണ്ട് ഓഫ് മ്യൂസിക്. അവിടെ ഓഫ് ആണ് അവിടുത്തെ പ്രിപ്പോസിഷൻ. There is a fox in the jungle. There is a fox in the jungle. എവിടെയാണ്, എവിടെ, in the jungle. The cat jumped off the chair, എന്താണ്, ചെയറിൽ നിന്ന് എടുത്ത് ചാടി. The cat jumped off the chair. അപ്പം ഇതെല്ലാം എന്താണ്, പ്രിപ്പോസിഷൻസ് ആണ്. അപ്പം in, off, in, off, on, under, over, at ഇതെല്ലാം എന്താണ്, പ്രിപ്പോസിഷൻസ് ആണ്. നമുക്ക് നോക്കാം. He sat on the chair, ചെയറിന്റെ മേലെ, on. There is some milk in the fridge. എവിടെയാണ്, ഫ്രിഡ്ജിനകത്ത്, in the fridge. She was hiding under the table, എന്താണ്, ടേബിളിന്റെ അടിയിലാണ്. She was hiding under the table. അവിടെ the cat jumped off the counter, എന്താണ്, കൗണ്ടറിന് പുറത്ത്, off the counter. He drove over the bridge, ബ്രിഡ്ജിന് മേലെ ഡ്രൈവ് ചെയ്തു. She lost her ring at the beach. എവിടെയാണ്, at the beach. എവിടെയാണ്, ബീച്ചിൽ റിങ് ലോസ്റ്റ് ആയി. The book belongs to Anthony. ബുക്ക് ആന്റണിക്ക് ഉള്ളതാണ്, belongs to him. They were sitting by the tree, എന്താണ്, by the tree, ട്രീയുടെ അടുത്തായിട്ടാണ് അവർ ഇരുന്നത്. അപ്പോൾ എന്താണ്, on, in, under, off, over, at, to, by ഇതെല്ലാം എന്താണ്, പ്രിപ്പോസിഷൻസ് ആണ്. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. She lost her ring dash the beach. അപ്പോൾ അവിടെ ഓവർ വരാം, അണ്ടർ, ഇൻ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതിനകത്ത് പ്രോപ്പർ ആയിട്ടുള്ള പ്രിപ്പോസിഷൻ ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. എന്തായിരിക്കും, അറ്റ് ആയിരിക്കും. ഷീ ലോസ്റ്റ് ഹെർ റിംഗ് അറ്റ് ദ ബീച്ച്, അങ്ങനെ ആയിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ ഒരു സെന്റൻസ് കാണുമ്പോൾ അതിലെ പ്രൊപ്പോസിഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അതാണ് പ്രിപ്പോസിഷൻസിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ഐ ഹാവ് ലിവ്ഡ് ഇൻ മിനിയാപോളിസ് സിൻസ് 2005. സിൻസ് 2005 മുതൽ ഇപ്പോഴും എവിടെയാണ് താമസിക്കുന്നത്, മിനിയാപോളിസിലാണ് താമസിക്കുന്നത്. നിങ്ങൾ ചില ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബേക്കറി അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ സിൻസ് 1993, സിൻസ് 1997 എന്നുള്ള ഒരു സംഭവം കണ്ടിട്ടില്ലേ? അപ്പൊ സിൻസ് എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ എന്നുള്ളൊരു മീനിങ് ആണ് അതിനകത്തുള്ളത്. ഓക്കെ, അപ്പൊ സിൻസ് എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ പ്രിപ്പോസിഷൻ ആണ്. ഹി വിൽ ബി ഇൻ ടൊറന്റോ ഫോർ 3 weeks. എന്താണ്, അവൻ ടൊറന്റോയിൽ 3 ആഴ്ച ഉണ്ടാവും. ഹി വിൽ സ്പെൻഡ് 3 weeks there in ടൊറന്റോ. ടൊറന്റോയിൽ 3 ദിവസം സ്പെൻഡ് ചെയ്യും എന്നുള്ളൊരു മീനിങ് ആണ് ആ ബി കൊണ്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് അവിടുത്തെ പ്രിപ്പോസിഷൻ. സോ ഷീ വിൽ ഫിനിഷ് ഹർ ഹോംവർക്ക് ബൈ 6 എന്നാണ്. അവളുടെ ഹോംവർക്ക് 6 മണിയാകുമ്പോൾ, ബൈ 6 എന്നാണ്, 6 മണിയാകുമ്പോഴേക്കും. ഷീ വിൽ ഫിനിഷ് ഹർ ഹോംവർക്ക് സം ടൈം ബിറ്റ്വീൻ നൗ ആൻഡ്
6. അപ്പോൾ 6 മണിക്ക് മുമ്പായിട്ട് എപ്പോഴെങ്കിലും എന്ത് ചെയ്യും, ഹോംവർക്ക് എഴുതി കഴിയും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ അതിനാണ് അവിടെ ബൈ എന്ന് പറയുന്ന ആ ഒരു വേർഡ് യൂസ് ചെയ്ത പ്രൊപ്പോസിഷൻ യൂസ് ചെയ്തേക്കുന്നത്. ഹി വർക്ക്സ് പാർട്ട് ടൈം ഡ്യൂറിങ് ദ സമ്മർ. എന്താണ് ഹി വർക്ക്സ് പാർട്ട് ടൈം ഡ്യൂറിങ് ദ സമ്മർ? സമ്മറിന്റെ സമയത്ത് പാർട്ട് ടൈം, ഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ ഫോർ ദ പീരീഡ് ഓഫ് ടൈം, ആ സമ്മറിന്റെ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യും, ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഓഫ് ടൈം എന്താണ് അവൻ എന്ത് ചെയ്യും, പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഡ്യൂറിങ് അതാണ് ഇവിടുത്തെ പ്രിപ്പോസിഷൻ. ഐ വിൽ കളക്ട് ഡേറ്റ ഫ്രം ജാനുവരി ടു ജൂൺ. ഇപ്പൊ സ്റ്റാർട്ടിങ് ടു ജാനുവരി, ഫ്രം എൻഡിങ് ടു ജൂൺ. അപ്പൊ ഫ്രം ആൻഡ് ടു എന്താണ്, ഫ്രം ജാനുവരി ടു ജൂൺ എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ പ്രിപ്പോസിഷൻ ആണ്, ഫ്രം ആൻഡ് ടു. They are in school from August until May. From August until May. From until അവിടെ രണ്ട് പ്രൊപ്പോസിഷൻസ് ഉണ്ട്, from and until, starting in August and ending in May. അപ്പോൾ from August until May അതാണ് അവിടുത്തെ പ്രിപ്പോസിഷൻ. He will graduate within 2 years. അപ്പോൾ within 2 years എന്ന് പറഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ തന്നെ എന്താ ഗ്രാജുവേറ്റഡ് ആവും എന്ന് പറയുന്നതിനാണ് within യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ within, during, from, to, from, until, etc. ഇതെല്ലാം വരുന്നത് എന്താണ്, പ്രപ്പോസിഷൻസിന്റെ അണ്ടറിലാണ്. ഓക്കെ, നമുക്ക് ബാക്കി കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. The bird flew over the house. വീടിന് മുകളിൽ കൂടെ, over the house. The plates were on the shelf above the cups. കപ്സിന്റെ മുകളിലായിട്ട് പ്ലേറ്റ്സ് ഉണ്ട്. Basements are dug below the ground. ഗ്രൗണ്ടിന്റെ അടിയിൽ, below the ground. There is hard wood beneath the carpet. Hardwood, കാർപ്പറ്റിന്റെ അടിയിൽ, കാർപ്പറ്റിന്റെ beneath എന്ന് പറഞ്ഞാൽ അടിയിൽ, കാർപ്പറ്റിന്റെ അടിയിൽ എന്നുണ്ട് ഹാർഡ് വുഡ് ഉണ്ട്. The squirrel hid the nuts under a pile of leaves. Pile of leavesന്റെ അടിയിലാണ് നട്ട്സ് ഒളിപ്പിച്ചത്, അടിയിൽ അല്ലെ, under. The cat is hiding underneath the box. അപ്പോൾ കാറ്റ് ഹൈഡ് ചെയ്യുന്നത് എവിടെയാണ്, ബോക്സിന്റെ അടിയിലാണ്, underneath the box. ഇതെല്ലാം എന്താണ്, ഇതെല്ലാം പ്രിപ്പോസിഷൻസ് ആണ്. അപ്പം അണ്ടർ, അബവ്, ഇൻ, ഓൺ, ഓഫ്, പിന്നെ ബിലോ, ബിനീത്ത്. ഒരു സാധനത്തിന്റെയോ ഒരാളിന്റെയോ പൊസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അണ്ടർ, ഇൻ, അബവ്, ബിലോ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു പൊസിഷൻ എക്സ്പ്ലനേഷൻ ആണല്ലേ, പൊസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ഒരു സമയം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ അറ്റ്, ഓൺ, ഇൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ടൈം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതെല്ലാം സിൻസ്, ബി, ബൈ എന്നൊക്കെ പറയുന്നതെല്ലാം എന്താണ്, പ്രിപ്പോസിഷൻസ് ആണ്. അപ്പോൾ ഒരു സെന്റൻസിനകത്ത് എങ്ങനെയാണ് പ്രിപ്പോസിഷൻ, സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിപ്പോസിഷൻ ആഡ് ചെയ്യാനായിട്ട് പഠിക്കണം. സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിപ്പോസിഷൻ നമ്മൾ നോർമലി സെന്റൻസസിനകത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് സ്ഥിരം വായിക്കുമ്പോൾ പ്രിപ്പോസിഷൻ, ഇത് പ്രിപ്പോസിഷൻ ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. കുറച്ച് വേർഡ്സ് തന്നിട്ട് അതിനകത്ത് പ്രിപ്പോസിഷൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മിക്കവാറും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയാണ് ആഡ്വർബ്സും പ്രിപ്പോസിഷൻസും. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ ക്ലാസ്.